ഹലോ എവരിവൺ, രാവിലത്തെ കുളിയൊക്കെ കഴിഞ്ഞിട്ടതാ ഡ്രയർ വെച്ചിട്ട് മുടി ഉണക്കാനുള്ള കഷ്ടപ്പാടാണ് ഇത്. ഞാൻ മുടിയൊക്കെ പറപ്പിച്ച് കുറച്ച് ഷോ കാണിക്കാമെന്ന് വിചാരിച്ചതാ. എൻ്റെ മുടി എനിക്ക് പുതിയ ലെവലിലാണ് തരുന്നത്. നമുക്ക് ആ ഫ്രണ്ടിൽ തണങ്ങുന്നല്ലാതെ വരെ ബാക്കിലൊക്കെ കാറ്റ് കൊള്ളുന്നുണ്ടെന്ന് പോലും കാണിക്കുന്നില്ല. സാരില്ല. അത് കഴിഞ്ഞപ്പോൾ നമുക്ക് കുറച്ച് മെയിലൊക്കെ അയക്കാനുണ്ടായിരുന്നേ. ആ മെയിലൊക്കെ അയച്ചു കഴിഞ്ഞിട്ട് ഇനി അമ്മയ്ക്ക് എന്നെ പറ്റിയിട്ടുള്ള അഭിപ്രായം നിങ്ങൾക്ക് കേൾക്കണ്ടേ? കേട്ടോ. പണിയെടുക്കാതെ ജീവിക്കണം ഞാൻ. ശരിയാണെങ്കിൽ ജീവിക്കണം. കൊച്ചി തിന്നാ മതി. അതിപ്പോ 3 വർഷത്തെ ഡിഗ്രി കഴിഞ്ഞിട്ട് എനിക്ക് കിട്ടിയേക്കുന്ന ഒരു ബ്രേക്കാണ്. അത് ഞാൻ ആവശ്യത്തിൽ കൂടുതൽ എൻജോയ് ചെയ്യട്ടെ. അതുകൊണ്ട് ഒരു 10 മണിയാകുമ്പോൾ എനിക്കും തോന്നിയ പോലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും, കുറച്ച് നേരം ഫോണിൽ തൊണ്ടും, അങ്ങനെയൊക്കെ. പക്ഷെ എന്ന് വെച്ചാൽ പണിയെടുക്കാണ്ടിരിക്കില്ല കേട്ടോ. ഇതേപോലെ ഇടക്കിടക്കിടക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യും. സുഖമായിട്ടിരുന്നതിന് നമ്മശിയാണ്. ഞാൻ അതിനോറിൻ്റെ ഉറക്കം കളഞ്ഞു. എല്ലാം കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ധൈര്യമേ ചുമ്മാ പുറത്തേക്ക് ഇറങ്ങിയതാണ്. ഇവിടെ എൻ്റെ പേരമരവും കപ്പങ്ങാമരവും എല്ലാം ഉണ്ട്. പേരമരം എന്നോട് അത്ര വലിയ സ്നേഹമൊന്നുമില്ല കേട്ടോ. വെറുതെ മുട്ടിട്ട് കാണിച്ച് കുതിപ്പിക്കുകയുള്ളൂ, ഒന്നും തരത്തില്ല. പക്ഷെ അതേപോലെ അല്ല എൻ്റെ കപ്പങ്ങാമരം. നല്ല പോലെ എനിക്ക് കപ്പങ്ങ തരും. പക്ഷെ എനിക്ക് കപ്പങ്ങ ഇഷ്ടമല്ല. അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മളിതാ ഒന്ന് ചുമ്മാ നട്ടാറ വെയിലത്ത് മുറ്റത്തിറങ്ങി കാട്ടാം. എനിക്ക് പ്രാന്താ. നട്ടാറ വെയിലത്തെ സൺസ്ക്രീൻ പോലും ഇടാനാണ് ഞാനിത് നടക്കുന്നത്. അതൊരു വൈകുന്നേരമായപ്പോൾ എൻ്റെ 2 ചെവി കേൾക്കില്ല ഗൈസ്. എനിക്കിപ്പോൾ ചെവി കേൾക്കാൻ പറ്റത്തില്ല. ഇതിന് മുമ്പ് നമ്മൾ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞപ്പോഴേക്കും ചെവിയിൽ വയ്ക്കാനുള്ള ഡ്രോപ്പ് തന്നിട്ടുണ്ടായിരുന്നു. ആ ഡ്രോപ്പ് വെച്ചിട്ട് നമ്മളോട് ഇന്ന് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെവി ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് ഇറങ്ങി ഇപ്പം എനിക്ക് നല്ലപോലെ ചെവി കേൾക്കാം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് വിശന്നു. അപ്പം ഞാൻ അച്ഛനോട് പറഞ്ഞപ്പോൾ എനിക്ക് ഫുഡ് വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞു. ഞാൻ കഴിഞ്ഞ ദിവസം എനിക്ക് നെയ് റോസ്റ്റ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാനത് വിട്ടുപോയെങ്കിലും അച്ഛനത് വിട്ടിട്ടുണ്ടായിരുന്നില്ല. യെസ്, അങ്ങനെ എനിക്ക് നെയ് റോസ്റ്റ് വാങ്ങിച്ചു വീട്ടിലേക്കുള്ള പാഴ്സലും വാങ്ങിയിട്ട് നമ്മളിതാ എത്തി പോവാണേ. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഡേ എന്ന് പറയുന്നത്. ഇനി ഒരു ക്ലാസ്സും കൂടി അറ്റൻഡ് ചെയ്തിട്ട് കിടന്നുറങ്ങണം. ബൈ, സീ യു.